വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം. പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. വന്ന വഴിക്കൊക്കെ നല്ല വെയിലാണ്, അപ്പം രക്ഷയില്ല. അപ്പോൾ ഞാനൊന്ന് ചെടിയൊന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ചെടിയൊക്കെ ശോകാവസ്ഥയിലാണ്. പനിക്കൂർക്ക എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ തന്നാണ്, നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വന്ന കരിഞ്ഞുണങ്ങിയ കറിവേപ്പായിപ്പോയി. പപ്പയൊക്കെ സ്നേഹത്തോടെ തന്നു വിട്ടാണ്, പക്ഷെ ഒരു രക്ഷയില്ല, ഇവിടെ പിടിച്ചില്ല, കരിഞ്ഞുപോയി. ഇനിയിപ്പം ചൂട് പോകുമ്പോൾ കഴിയുമ്പോൾ റെഡി ആവുമോ എന്നറിയത്തില്ല. പിന്നെ ഇതൊക്കെ ഒക്കെയാണ്. അലോവേറയും ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതും എനിക്കൊരു ടീച്ചർ തന്നാണ്, പക്ഷേ ഇതിപ്പം ചൂട് കാരണം ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നു. പിന്നെ ഇത് എല്ലാ ഇലയും പോയി ഉണങ്ങി കരിഞ്ഞു നിന്നാണ്. ഇപ്പം കുറച്ചൊക്കെ ഇല അവിടെ ഇവിടെയൊക്കെ ഇട്ട് വന്ന് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഒരു സൈഡ്. അത് കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു ഹോപ്പ്, ബാക്കിയും റെഡി ആവും എന്നുള്ള. പിന്നെ ഇവിടെയൊക്കെ ഞാനൊരു സ്റ്റാൻഡ് മേടിച്ചു വെച്ചതാണ്, പക്ഷേ ചൂട് കാരണം ആ സ്റ്റാൻഡൊക്കെ ഏതോ വഴിക്ക് വളഞ്ഞു പോയി. അപ്പം ഞാൻ പിന്നെ വെയിറ്റ് കാരണം അതൊന്നും വെക്കാതിരിക്കാൻ എല്ലാം തറയിലോട്ട് എടുത്തു വെച്ചു. അങ്ങനെ ഇതും ശോചനീയമാണ്. അപ്പം ചൂട് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി അടിപൊളിയാക്കി എടുക്കാൻ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്ന് എന്താ ലഞ്ചിന് സ്പെഷ്യല്? ഇവിടെ ആണെങ്കിൽ ചോറ് പോലും ഇല്ല, അതാണ് സ്പെഷ്യൽ കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. എനിക്കൊരു ആനെ തിന്നാനുള്ള വിശപ്പുണ്ട്. പക്ഷേ ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോൾ ഒരു അടിപൊളി ഹൽവ ഇരുന്നു. ഇത് അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് ആൻറ്റി കൊടുത്തു വിട്ടാ. അപ്പം ഞാൻ കഴിക്കാം കേട്ടോ, നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ലഞ്ച് പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പം ഞാൻ തട്ടിക്കൂട്ട് ലഞ്ചിന് വേണ്ടി ഞാൻ കഴിച്ചിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചെന്നാൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. ഞാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി ജീരകം ഇടാൻ പോവാണ്. എന്താണെന്നല്ലേ സ്പെഷ്യല്? നമ്മുടെ സ്പെഷ്യലാണ് കൊത്ത് ചപ്പാത്തി. കാരണം കുറച്ച് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചപ്പാത്തി വെച്ച് നമുക്ക് പെട്ടെന്ന് എനിക്കിഷ്ടമാണ് ചപ്പാത്തി. വെറുതെ തിന്നാൻ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. പണ്ട് മരിക്കുമായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ചപ്പാത്തി തന്നാലും ഞാൻ സന്തോഷത്തോടെ കഴിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ചപ്പാത്തിയും സാലഡുമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇപ്പം അതൊക്കെ മാറി വന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ ചപ്പാത്തി കണ്ടപ്പോൾ ഒരു കൊതി. അപ്പം ഞാൻ വിചാരിച്ചെന്ന ചപ്പാത്തി കൊത്ത് ചപ്പാത്തി, അല്ലല്ലോ, ചപ്പാത്തി കൊത്ത് പൊറോട്ട. ഓക്കെ. അപ്പൊ ഞാന് ജീരകമൊക്കെ ഇട്ട് കഴിഞ്ഞു. ജീരകമൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നു പരിപ്പൂടി ഇട്ടു. എനിക്ക് അങ്ങനത്തെ കുറച്ച് കടി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഉഴുന്നു പരിപ്പൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പെട്ടെന്ന് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് അതെല്ലാം കൂടെ ഞാൻ ഇടാൻ പോവാണ്. ഓരോന്നോരോന്നായിട്ടൊന്നും ഇടാനുള്ള ക്ഷമ എനിക്കിപ്പോൾ ഇല്ല. അപ്പൊ ഒറ്റയടിക്ക് ഞാൻ ഇതെല്ലാം കൂടെ ഇപ്പം ചീനച്ചട്ടിയിലോട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ. സോ ഇതൊന്ന് വഴണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് നമുക്കൊന്ന് ചപ്പാത്തിയും കൂടി ഇട്ട്, ഞാൻ ചപ്പാത്തി ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് ഇളക്കിയിട്ട് പിന്നെ ഞാൻ ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഇരിപ്പുണ്ട്. അത് എന്തായാലും നന്നായി ഞാൻ ഇതുകൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗരം മസാല അല്ല ചേർത്തത്, ഞാൻ ചിക്കൻ മസാല ചേർത്തു. പിന്നെ കുറച്ച് കായപ്പൊടി. ഇതൊക്കെ എൻ്റെ കുറച്ച് വട്ടാണ് കേട്ടോ, എനിക്കതൊക്കെ ഇഷ്ടമാണ്. ഞാനപ്പോൾ അതൊക്കെ ചേർക്കും. മുട്ട ചേർക്കണമെന്നോർത്തു, പിന്നെ വേണ്ട, ആഡംബരം ആയാലോ എന്നോർത്ത് ഇത് മാത്രം എടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ കൊത്ത് ചപ്പാത്തി. ആർക്കെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പ്രിപ്പയർ ചെയ്തു, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ് കേട്ടോ. നമുക്കിവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം അച്ഛൻ വന്നോ ഇല്ലയോ എന്ന്. വന്നിട്ടില്ല. നമുക്കിവിടുന്ന് സ്ട്രെയിറ്റ് നമ്മുടെ പാർക്കിംഗ് കാണാൻ പറ്റും. അപ്പം 3:30 ആവാറായി, അച്ഛൻ എത്താറായി. അപ്പോഴത്തേനും ഞാനെന്നാ കഴിക്കട്ടെ. കഴിച്ചിട്ട് എന്തേലും യൂട്യൂബ് കാണും. നെറ്റ്ഫ്ലിക്സ് ഒന്നും ഞാൻ കാണാൻ പോകുന്നില്ല. ഞാൻ യൂട്യൂബിൽ എന്തേലും കാണട്ടെ.
ഓക്കെ, അതുവരെ ഞാൻ എൻ്റെ കൊത്തു പൊറോട്ട കഴിക്കാൻ പോവാണ്. ഈ ഫോർക്ക് വെച്ചേക്കുന്നത് ആഡംബരം അല്ല കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോഴത്തേനും ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് പേരുണ്ട്. അവരുടെ എല്ലാ വീഡിയോസും ഞാനിരുന്ന് കുത്തിയിരുന്ന് കാണും. സമയം കിട്ടുന്ന പോലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും. അപ്പം അതൊക്കെ കണ്ടിട്ട് കഴിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കേ. അച്ചാച്ചൻ പതുക്കെ അവിടെ കൂടെ നടന്നു വരുന്നുണ്ട്. ഞാനപ്പോൾ ഓർത്ത് വീഡിയോ ഇടാം. വീട്ടിൽ കയറുന്ന വീഡിയോ ഇപ്പോൾ 2-3 തവണ ഇട്ടില്ല, അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഇന്ന് പുതിയ വഴി കൂടെ വരുന്ന ഒരു വീഡിയോ കാണിക്കാൻ ഓർത്തു. ഓക്കെ, ആളറിഞ്ഞിട്ടില്ല. ഇപ്പം സമയം 7 മണിയായി. ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ശരിക്കും വെള്ളം ഒഴിക്കാൻ വേണ്ടി പുറത്ത് വന്നതാണ്. കണ്ടോ, നല്ല ഇരുട്ടായി, അടിപൊളി ഇരുട്ട്. അപ്പം ഞാനിനിയും ഇനിയിപ്പം നാളത്തേനുള്ള എല്ലാം പ്രിപ്പയർ ചെയ്യുക. നാളത്തേനുള്ള എല്ലാ കാര്യങ്ങളും, ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കൂളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ ഞങ്ങൾ കിടക്കും. ഓക്കെ. എനിക്ക് ഈ സൗണ്ട് കേൾക്കാവോ? ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, നല്ല ഒച്ചയുണ്ട്. എവിടാന്ന് കാണാൻ പറ്റുന്നില്ല. നല്ല സോ ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും, കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ. സോ ഇനി നല്ല നല്ല വ്ലോഗ്സുമായിട്ട്, കുട്ടി വ്ലോഗ്സുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. സോ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ. Okay, let's go.